ഇല്ലല്ല. അല്ല, അദ്ദേഹം സജീവമാണല്ലോ, നേരത്തെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അദ്ദേഹം സജീവമാണ്. മനസ്സിലായേ? അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മുഖം കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളുണ്ടാവും. ശശി തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വിശ്വപൗരനായിട്ടുള്ള വ്യക്തിയാണ്. കോൺഗ്രസിന്റെ അഭിമാനമായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വിദേശ സർവീസിൽ നിന്ന് വന്ന ഒരാളാണ്. അദ്ദേഹം ഈ ലോകം അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു സമൂഹം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുണ്ട്. അവരുടെ ഇടയിലേക്ക് അദ്ദേഹം വരികയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF-നെ പിന്തുണയുമായിട്ട്. ബാക്കി ഞാൻ നിങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം തെറ്റായ വാർത്തകളാണ്, അടിസ്ഥാനമില്ലാത്ത വാർത്തകളാണ്, വെറുതെ LDF ക്യാമ്പിൽ നിന്ന് പ്രചരിപ്പിച്ച വാർത്തകളാണ്. ആ വാർത്തയ്ക്കൊന്നും അടിസ്ഥാനമില്ല. അദ്ദേഹം UDF-നെ 100 സീറ്റിലധികം വാങ്ങി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ പോരാട്ടത്തിന്റെ മുൻനിരയിൽ ഞങ്ങളുടെ അഭിമാനമായ ശശി തരൂർ ഉണ്ടാവും. അങ്ങ് പറഞ്ഞ ഡിസ്പ്ലേകൾ ഇനി വരാനുണ്ടോ? ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ട് ഇലക്ഷൻ. സമയമുണ്ടല്ലോ.